ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മന്തി റെഡിയാക്കി എടുക്കാം. അതിന് കുറച്ച് സമയം വേണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ഹോൾ സ്പൈസസ് എല്ലാം ഇടാം. എന്നിട്ട് 2 ഉണക്കമുളക് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് ചതച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം, കാശ്മീരി ചില്ലി ഇല്ലേ, അതൊരു 2-3 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക്, അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുക. പിന്നെ ഒരു മാഗി ക്യൂബ് ഒരെണ്ണമായിട്ട് കിട്ടുന്ന അത് ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ സോയ് സോസ് അല്ലെങ്കിൽ ഡാർക്ക് സോസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ടൊമാറ്റോ സോസ് എന്തായാലും മസ്റ്റായിട്ട് ആഡ് ചെയ്യണേ. എന്നിട്ട് നമുക്കൊരു വലിയ ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് കുറച്ചും കൂടി ഉപ്പും ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ അത് കുക്കറിലേക്ക് മാറ്റാണ്. കുക്കറിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് അതൊന്ന് ജസ്റ്റ് തിളച്ച് അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അരി ആഡ് ചെയ്യാം. അരി നമ്മൾ നേരത്തെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പട്ട, കരയാമ്പൂ അങ്ങനത്തെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് അത് ആഡ് ചെയ്യാം. നമ്മൾ റൈസ് വേവിക്കുന്നതിന് കൂട്ടത്തിൽ സ്പൈസസിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ഓയിലും പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റൈസിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്, വേറെ ഫുഡ് കളറൊന്നും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല കളർ കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അതൊന്ന് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുറക്കാം. മന്തി അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട വെച്ച മയോണൈസ് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമ്മൾ മയോണൈസ് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കട്ടിയിലാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. മന്തി തുറന്നപ്പോൾ മണം അങ്ങോട്ട് മൂക്കിൽ ഇപ്പോഴും എനിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മന്തി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് പോലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് തുറന്നിട്ട് ഒരു ചാർക്കോൾ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഫോം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മുളക് കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ റൈസ്, അതായത് മന്തി റൈസ് നന്നായിട്ട് ചിക്കനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എനിക്കും ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബൈ.